കൂത്തുപറമ്പ് MLA ആയിട്ടുള്ള KP മോഹനൻ പണ്ട് UDFിൻ്റെ കൂടെയായിരുന്നു. ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിന്നാണ് അദ്ദേഹം കൂത്തുപറമ്പിൽ വിജയിച്ചത്. കഴിഞ്ഞ തവണ KK ശൈലജ 12,000 വോട്ടുകൾക്ക് ജയിച്ച മണ്ഡലത്തിലാണ് ഇക്കുറി KP മോഹനൻ നിന്നത്. കഴിഞ്ഞ തവണ പരാജയപ്പെട്ട ആളായിരുന്നു. ഇത്തവണ ഇടതുപക്ഷത്തിനോടൊപ്പം ചേർന്നാണ് വിജയിച്ചത്. അദ്ദേഹത്തിന് അവിടെ പെരിങ്ങന്നൂരിലെ ഒരു മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹം നടപടിയെടുക്കാനോ അല്ലെങ്കിൽ ഇടപെടാനോ വന്നില്ല. അത് അവിടുത്തെ നാട്ടുകാരെ അസ്വസ്ഥരാക്കി. അവരവിടെ പ്രതിഷേധ കൂട്ടായ്മ തുടങ്ങി. ഇന്ന് KP മോഹനൻ അത് കൃത്യമായി സന്ദർശിക്കാൻ വന്നപ്പോൾ അദ്ദേഹത്തിനെ കൃത്യമായി ഇത് ജനങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. അദ്ദേഹത്തിന് യാതൊരു കൂസലുമില്ല എന്ന മുഖഭാവം കാണിച്ചപ്പോൾ ജനങ്ങൾ കയ്യേറ്റം ചെയ്തു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഏതായാലും ഇത് ഓരോ MLA മാർക്കും ഒരു പാഠമാണ്. തിന്നു മുടിക്കാനല്ല MLA മാർക്ക് ശമ്പളം കൊടുക്കുന്നത്. ഒന്ന് ആലോചിക്കണം. ഒരു MLA യുടെ അടിസ്ഥാന ശമ്പളം, ആ വ്യക്തിക്ക് കിട്ടുന്ന സ്വീകാര്യത, പ്രിവിലേജുകൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. ആജീവനാന്ത പെൻഷനും ചികിത്സാ സഹായങ്ങളും അതുപോലെ തന്നെ സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ട് നിരവധി വിഷയങ്ങൾ അവർക്കുണ്ട്. അവർക്ക് സുഖലോലിപമാണ് അവരുടെ ജീവിതം. സാധാരണക്കാർ എങ്ങനെയാണ് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ശ്രമിക്കുക എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 5 കൊല്ലം ഏതെങ്കിലും ഒരു നിയോജക മണ്ഡലത്തിലെ MLA ആയാൽ ആജീവനാന്ത പെൻഷനാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ നാട്ടുകാർ കൊടുക്കുന്ന നികുതി പണം എടുത്താണ് ഇവർക്ക് എല്ലാ മാസവും പെൻഷൻ അനുവദിക്കുന്നത്. KP മോഹനെ പോലുള്ള നിരുത്തരവാദിത്വപരമായി പെരുമാറുന്ന MLA മാർ ഇടതുപക്ഷത്തിൽ ഏറ്റവും കൂടുതലാണ്. പ്രാദേശിക പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ അവർ വീക്കാണ്. ഏതായാലും ഇതൊരു മാതൃകാപരമായ നടപടിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ KP മോഹൻ ഒരു അഭ്യാസിയാണ്, ഒരു കളരി അഭ്യാസിയാണ് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഇദ്ദേഹത്തിന് ചില മർമാണി വിദ്യകളൊക്കെ അറിയാമെന്നാണ്. എന്നാൽ നാട്ടുകാരുടെ നെഞ്ചത്തൊന്ന് കയറി നോക്ക്, അപ്പോൾ മോഹനൻ വിവരം അറിയും എന്ന തരത്തിലേക്കാണ് നാട്ടുകാർ കൃത്യമായി കയ്യേറ്റം ചെയ്തത് എന്ന് വേണമെങ്കിൽ പറയാം. നാട്ടുകാർക്കൊരു ബിഗ് സല്യൂട്ട് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കൂടുതൽ കളിച്ച MLA ആയാലും മന്ത്രി ആയാലും മുഖ്യമന്ത്രി ആയാലും ജനങ്ങളാണ് ഇവിടെ നേതാവ്, ജനങ്ങളാണ് ഇവിടുത്തെ രാജാവ്. അല്ലാതെ ജനങ്ങൾ പ്രജകളും മറ്റുള്ളവരൊക്കെ രാജാവും. ഈ രാജഭരണവും ഇത്തരത്തിലുള്ള കോമാളിത്തരവും ഒക്കെ പണ്ടേ പോയതാണ്. നവോത്ഥാന പ്രസ്ഥാനങ്ങൾ വന്നു. ഇവിടെ സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് 75 വർഷം കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും ഇപ്പോഴും തമ്പ്രാങ്കളിയുമായിട്ട് നടക്കുന്ന ഫ്യൂഡൽ സെറ്റപ്പിൽ നടക്കുന്ന കുറേ എണ്ണമുണ്ട്. അവരുടെ വിചാരം എന്ന് പറയുന്നത് അവരുടെ ജന്മാവകാശമാണ് ഈ പറയുന്ന ജനാധിപത്യ മാർഗത്തിലൂടെ അധികാരത്തിൽ വരിക, പിന്നെ സുഖലോലിപമായി ഇരുന്ന് ഭരിച്ച് മുടിപ്പിക്കുക എന്നുള്ളത്.